നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള 3 പീഡന പരാതികൾ. അതിൽ ഒന്നാം പരാതിക്കാരിയുടെ കേസിൽ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം. വിശദമായ വാദം കേട്ട ഹൈക്കോടതി ഒടുവിൽ മുൻകൂർ ജാമ്യം രാഹുലിന് അനുവദിക്കുന്നു. എന്നാൽ ശക്തമായ ചില പരാമർശങ്ങളാണ് കോടതിയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. അതാവട്ടെ പൂർണ്ണമായും രാഹുലിന് അനുകൂലമാകുന്ന ഭാഗങ്ങൾ. ഇന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചു എന്ന വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ശൈലിയുണ്ട്. രാഹുലിനെ കൂച്ചിക്കൂട്ടിയാണത്രേ ജാമ്യം അനുവദിച്ചത്. രാഹുലിനെ നഗ്നനാക്കി കയ്യും കാലും കെട്ടിയിട്ട് ജാമ്യം നൽകി എന്ന തലത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ചില പരിഹാസങ്ങൾ ഉയർന്നത്. എന്നാൽ കോടതിയുടെ വിധിപ്പകർപ്പ് വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു. പൂർണ്ണമായും ഒരു രാഹുൽ വിജയമാണ് ഹൈക്കോടതിയിൽ നടന്നത്. രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധിയിൽ ശ്രദ്ധേയമായ പല നിരീക്ഷണങ്ങളും കോടതി എഴുതിയിരിക്കുന്നു. രാഹുലും യുവതിയും തമ്മിലുണ്ടായിരുന്നത് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണെന്ന് പ്രഥമ ദൃഷ്ട്യാ ഉള്ള സൂചനയെന്നാണ് കോടതി പറയുന്നത്. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു ഞങ്ങൾക്കിടയിൽ ഉണ്ടായത് എന്ന് രാഹുൽ നേരത്തെ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലും പിന്നീട് ഹൈക്കോടതിയിലുമൊക്കെ കൃത്യമായി ബോധിപ്പിച്ചിരുന്നു. ഏറ്റവും സുപ്രധാനമായ കോടതിയുടെ മറ്റൊരു പരാമർശം, ബന്ധം തകരുമ്പോൾ അത് പീഡനക്കേസായി മാറുന്ന പ്രവണത ശരിയല്ല. എന്നാൽ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം ഹൈക്കോടതി നടത്തിയിരിക്കുന്നു. ഗർഭഛിദ്രം പരാതിക്കാരിയുടെ സമ്മതത്തോടെയാണ് എന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. ഇതോടെ ഒന്നാം പരാതി നിലനിൽക്കില്ല എന്ന് ഏറെക്കുറെ ബോധ്യം വരുന്നു. ശാരീരിക ബന്ധത്തിന് സന്നദ്ധയായിരുന്നില്ല എങ്കിൽ വിവാഹിതയും പക്വമതിയുമായിരുന്ന ആ സ്ത്രീ പ്രതിയെ സ്വന്തം അപ്പാർട്ട്മെൻറ്റിലേക്ക് എന്തിനു ക്ഷണിച്ചു? പിന്നീട് അയാളുടെ പാലക്കാട് ഫ്ലാറ്റിലേക്ക് എന്തിനു പോയി? അയാൾക്കൊപ്പം താമസിക്കാൻ പോകുമ്പോൾ അവർക്ക് പരിപൂർണ സമ്മതമായിരുന്നില്ലേ? ഇക്കാര്യങ്ങൾ വിശ്വസിക്കാൻ പ്രയാസമാണ് എന്ന് കോടതി തുറന്നു പറയുന്നു. മാത്രമല്ല, ഒന്നാം പ്രതി രാഹുലും പരാതിക്കാരിയും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റും രണ്ടാം പ്രതി ഫെനിയും യുവതിയും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റും ഇവർ തമ്മിലുള്ള വ്യക്തിബന്ധത്തെയാണ് കാണിക്കുന്നത്. ഏതെങ്കിലും വിധത്തിലുള്ള നിർബന്ധമുണ്ടായിട്ടില്ല എന്ന് കോടതിയുടെ കണ്ടെത്തൽ. ഒപ്പം ബലപ്രയോഗം നടന്നതായി കോടതിക്ക് മുൻപിൽ യാതൊരുവിധ തെളിവുകളുമില്ല. ഇവയെല്ലാം പരിഗണിക്കുമ്പോൾ 22/4/2025 പിന്നീട് 2025 മെയ് അവസാനവും നടന്നത് ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാകാനാണ് സാധ്യത എന്ന് കോടതി. ഏറ്റവും വലിയ വിജയത്തിലേക്കാണ് ഇപ്പോൾ രാഹുൽ കടന്നിരിക്കുന്നത്. ആദ്യ പരാതിയിൽ ഹൈക്കോടതി രാഹുലിന് ജാമ്യം അനുവദിക്കുക മാത്രമല്ല, രാഹുലിന് അനുകൂലമായ ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ എഴുതിയിരിക്കുന്നു. ഇനിയാണ് ഈ കേസിലെ മറ്റൊരു സൂപ്പർ ട്വിസ്റ്റ്. കേസിലെ രണ്ടാം പ്രതി നൽകിയ ഗുളികകൾ കഴിച്ചാണ് പരാതിക്കാരി ഗർഭഛിദ്രം നടത്തിയത് എന്നത് തർക്കമില്ലാത്ത വസ്തുതയാണ്. എന്നാൽ രാഹുലിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഗുളികകൾ കഴിച്ചതെന്നാണ് പരാതിക്കാരിയുടെ വാദം. ഗർഭം തുടരുന്നതിന് രാഹുൽ സന്നദ്ധനായിരുന്നില്ല എന്നത് വ്യക്തം. എന്നാൽ ഗർഭഛിദ്രത്തിന് വിധേയമാകണമെന്ന് പരാതിക്കാരിയെ രാഹുൽ നിർബന്ധിച്ചിരുന്നെന്നും ഇരുവരും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകളിൽ വ്യക്തമാണ്. ഇവിടെയാണ് കോടതിയുടെ മറ്റൊരു ശ്രദ്ധേയമായ നിരീക്ഷണം. രണ്ടാം പ്രതിയും പരാതിക്കാരിയും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകൾ പരിശോധിക്കുമ്പോൾ ഗർഭഛിദ്രത്തിന് പരാതിക്കാരി സന്നദ്ധയായിരുന്നു എന്ന സൂചന ലഭിക്കുന്നതായി കോടതി വിലയിരുത്തി. പരാതിക്കാരി തന്നെയാണ് ഗർഭഛിദ്രത്തിനുള്ള ഗുളികകൾ ആവശ്യപ്പെട്ടത് എന്ന് വാട്സാപ്പ് ചാറ്റുകൾ വ്യക്തമാക്കുന്നു. മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവിലാണ് ഈ ശ്രദ്ധേയ പരാമർശങ്ങൾ. പരാതിക്കാരി താനുള്ള സ്ഥലം പറഞ്ഞുകൊടുക്കുകയും രണ്ടാം പ്രതിയിൽ നിന്ന് മരുന്ന് സ്വീകരിക്കുകയും ചെയ്തു. പരാതിക്കാരി സ്വമേധയാ മരുന്ന് കഴിച്ചു എന്ന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യമാകുന്നുവെന്നാണ് കോടതിയുടെ നിരീക്ഷണം. BNS-ലെ 89-ാം വകുപ്പ് ചുമത്തണമെങ്കിൽ കൃത്യം നടന്നത് സ്ത്രീയുടെ സ്വന്തം സമ്മതത്തോടെ അല്ലാതെ ആയിരിക്കണം. നിർബന്ധത്തിലൂടെ ആയിരുന്നോ എന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിചാരണയിലൂടെ മാത്രമേ ഇനി സ്ഥിരീകരിക്കാൻ കഴിയൂ. കോടതി അതിശക്തമായ വിധി പുറപ്പെടുവിക്കുമ്പോൾ മറുവശത്ത് രാഹുൽ ഹൈക്കോടതിയിൽ തനിക്ക് അനുകൂലമായ വിധി നേടിയെടുക്കുക മാത്രമല്ല, ഈ നിയമ പോരാട്ടത്തിൽ സുപ്രധാനമായ ഒരു വിജയം കൈവരിക്കുകയാണിവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ. യുവതിയെ ബലാത്സംഗം ചെയ്യുകയും നിർബന്ധിത ഗർഭഛിദ്രം നടത്തിക്കുകയും ചെയ്തു എന്ന ഗുരുതര ആരോപണങ്ങളും കുറ്റാരോപണവുമാണ് രാഹുലിനെതിരെ പോലീസ് ഉയർത്തിയത്. രാഹുലിനെതിരെ ഉയർന്ന ആദ്യ ബലാത്സംഗ പരാതി അങ്ങേയറ്റം ഗൗരവതരമെന്നാണ് ഭരണകൂടം വിലയിരുത്തിയത്.
മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിൽ നേരിട്ടാണ് പരാതിക്കാരി ഇത്തരമൊരു പരാതി കൊടുത്തത്. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് രാഹുലിനെ വലയിൽ വീഴ്ത്താനുള്ള തന്ത്രങ്ങൾ ഭരണകൂടം തന്നെ മെനഞ്ഞു. നേരത്തെ ഹൈക്കോടതി ഹർജിയിൽ തീരുമാനമാകുന്നതുവരെ രാഹുലിന്റെ അറസ്റ്റ് വിലക്കിയിരുന്നു. ജാമ്യ ഉപാധികളായി കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യം ഉയർത്തിപ്പിടിച്ച് രാഹുലിന് തികച്ചും പ്രതികൂലമാണ്, എന്നാൽ ജാമ്യം ലഭിച്ചു എന്ന മട്ടിലായിരുന്നു രാവിലെ വാർത്തകൾ സംപ്രേക്ഷണം ചെയ്തിരുന്നത്. ഇപ്പോൾ വിധിപ്പകർപ്പ് പുറത്തു വരുമ്പോൾ രാഹുലിന് അനുകൂല തരംഗം തന്നെയാണ് പൊതുവെ സമൂഹ മാധ്യമങ്ങളിൽ പ്രകടമാകുന്നത്. 3 ദിവസം ഇനി ചോദ്യം ചെയ്യലിന് പോലീസിന് മുന്നിൽ രാഹുൽ ഹാജരാകണം. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ. കേരളം വിട്ടുപോകരുത് എന്ന് ജാമ്യ ഉപാധി. പാസ്പോർട്ട് സമർപ്പിക്കാനും രാഹുലിന് നിർദ്ദേശം. രാഹുലിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് കസ്റ്റഡിയിലുള്ളതായി കണക്കാക്കി ലൈംഗിക ശേഷി ഉൾപ്പെടെ പരിശോധിക്കാം എന്നും കോടതി വ്യക്തമാക്കി. രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന പക്ഷം 1 ലക്ഷം രൂപയുടെ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നും കോടതിയുടെ ഉത്തരവ്. എല്ലാ 2ാം ശനിയാഴ്ചയും രാവിലെ 10നും 11നും ഇടയിൽ രാഹുൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം. നേരത്തെ 2ാം പീഡനക്കേസിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയും തുടർന്ന് 3ാം പീഡനക്കേസിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയും രാഹുലിന് ജാമ്യം അനുവദിച്ചിരുന്നു. ഇതോടെ രാഹുലിനെതിരെ പോലീസ് ഇതുവരെ എടുത്ത 3 കേസുകളിലും മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു രാഹുൽ ബാങ്കൂട്ടത്തിന്. 1ാം പരാതിക്കാരിയുടെ ഈ കേസിൽ ആദ്യം മുൻകൂർ ജാമ്യ ഹർജിയുമായി തിരുവനന്തപുരം സെഷൻസ് കോടതിയെ രാഹുൽ സമീപിച്ചിരുന്നു. എന്നാൽ ഹർജി അനുവദിക്കാതെ വന്നതോടെ ഹൈക്കോടതിയെ തുടർന്ന് സമീപിച്ചു. രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം ബലാത്സംഗ കുറ്റത്തിന്റെ നിർവചനത്തിൽ വരുന്നതല്ല, ഗർഭചിത്രം നടത്തിയെന്ന ആരോപണം തെറ്റിദ്ധരിപ്പിക്കാനാണ് തുടങ്ങിയ നിരീക്ഷണങ്ങൾ തന്നെ അത്യന്തം ഗൗരവതരം. ഇക്കാര്യങ്ങളിൽ തന്റെ പക്കൽ കൃത്യമായ തെളിവുകളുണ്ട് എന്ന് രാഹുൽ കോടതിയെ ധരിപ്പിച്ചിരുന്നു. രാഹുൽ ബാങ്കൂട്ടം എന്തുകൊണ്ട് വിജയിച്ചു എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രം. രാഹുൽ തൻ്റെ ഫോണിൽ നിന്ന് കൃത്യമായ തെളിവുകൾ കോടതിക്ക് മുൻപാകെ ഹാജരാക്കി. നേരത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെയും ചാനലുകളിലൂടെയും ഒക്കെ പുറത്തു വന്നത് കണ്ടശ എഡിറ്റ് ചെയ്ത വാട്സാപ്പ് ചാറ്റുകൾ. എന്നാൽ കോടതിക്ക് മുൻപാകെ മുഴുവൻ വാട്സാപ്പ് ചാറ്റുകളും ഹാജരാക്കുന്നതിൽ രാഹുൽ വിജയിച്ചു. വാട്സാപ്പ് ചാറ്റുകളുടെ മുഴുവൻ ഭാഗവും പരിശോധിച്ച കോടതിക്ക് ഈ കേസിൽ രാഹുലിന് അനുകൂലമായ ഒരു നിഗമനത്തിലെത്താൻ കഴിഞ്ഞു. രാഹുലിനെതിരെ ഉയർന്നു വന്ന 3 പരാതികളിലും നിയമപരമായ വലിയ വിജയം നേടിയതോടെ ഇനി രാഹുൽ തിരിച്ചടിക്കുമെന്ന വ്യാഖ്യാനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പടരുന്നു. തനിക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തിയവർക്ക് നേരെ കൃത്യമായ നിയമ പോരാട്ടങ്ങളിലേക്ക് രാഹുൽ കടക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഏറുന്നത്. ഒപ്പം 3ാം പരാതിയിൽ അർദ്ധരാത്രി കഴിഞ്ഞ് നടപടിക്രമങ്ങളെല്ലാം ലംഘിച്ച് തന്നെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികൾക്കും രാഹുൽ മുതിരുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഇനി രാഹുൽ സജീവമാകുമെന്ന വാർത്തകൾ ശക്തമാകുന്നു. രാഹുലിൻ്റെ ഹൈക്കോടതി വിജയത്തോടെ ഇപ്പോൾ സമ്മർദ്ദത്തിലാഴുന്നത് കോൺഗ്രസ് പാർട്ടി തന്നെ. രാഹുലിനെതിരെ കോടതിയിൽ ഇപ്പോൾ ഇതുവരെ ഗൗരവമേറിയ ഒരു നിരീക്ഷണങ്ങളും ഇല്ലാതിരിക്കുന്ന ഘട്ടത്തിൽ രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്നത് വെറും ആരോപണങ്ങൾ മാത്രമാണ്. കുറ്റാരോപിതൻ എന്ന പേരിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് രാഹുലിനെ മാറ്റി നിർത്തുന്നത് ധാർമ്മികമായി ശരിയാണോ എന്ന ചോദ്യം കോൺഗ്രസ് നേതൃത്വത്തിന് നേർക്കുയരുന്നു. ഇനി ഏറെ നാൾ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാനാവാതെ പിടിച്ചു നിൽക്കാൻ കോൺഗ്രസ് പാർട്ടിക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിശക്തമായ സമ്മർദ്ദമാണ് കോൺഗ്രസിനെ വരിഞ്ഞു മുറുക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.